ഹലോ, ഇന്നും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാലക്കാടൻ ട്രഡീഷണൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും തനി നാടൻ പുളിങ്കറിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് വെറും 3 മിനിറ്റിൽ ഉണ്ടാക്കാവുന്നേ. അതിന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുള്ളൂ കേട്ടോ. അതിൽ നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാവേ. അപ്പോൾ നമ്മൾ ഇതിലിട്ടിരിക്കുന്ന മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള, തക്കാളി, പിന്നെ ഇടിച്ചക്ക ഇട്ടിട്ടുണ്ട്, വഴുതനങ്ങ ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ പച്ചക്കറി വെച്ച് നമുക്ക് പുളിങ്കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വേവിച്ചെടുക്കണേ. പിന്നെ നമുക്ക് അരപ്പിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തതായിട്ട് 1 കപ്പ്, അതായത് ഒരു 2 പിടി നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ആവശ്യമുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഒരു 5-10 മണി വെന്തയം, അതായത് ഉലുവ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പച്ചക്കറി എല്ലാം ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുക്കറിൽ നമ്മൾ ഒരു 5 ടീസ്പൂൺ നമ്മുടെ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വെന്ത് വന്നതിന് ശേഷം വിസിൽ അടിച്ച് തുറന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെ, വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ പരിപ്പ് കുക്കറിൽ ഇട്ട ശേഷമാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇനി നമുക്ക് ഈ പച്ചക്കറികളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വീണ്ടും ഈ പച്ചക്കറികൾ വേകാൻ വേണ്ടിയിട്ട് 1 വിസിൽ മതി കേട്ടോ. ഇവിടുത്തെ കുക്കറിൻ്റെ ഇതനുസരിച്ച് 1 വിസിൽ ആവശ്യമുള്ളൂ. നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ 1-2 വിസിൽ വെച്ചോളൂ. അപ്പോൾ ദേ നമ്മുടെ കുക്കറും പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരം പുളിങ്കറി എന്ന് പറയുമ്പോൾ പുളി ഒഴിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ താരാണ് ദേ പുളി. കുറച്ച് പുളി എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ നീരൊക്കെ എടുത്ത് വെക്കണേ, പുളി വെള്ളമാക്കി വെക്കണം. പിന്നെ നമ്മൾ അടുത്തിരിക്കണത് അത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ പുളി വെള്ളം നന്നായി ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അരപ്പ് അതും ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പും നമ്മുടെ വെജിറ്റബിൾസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കണം. പക്ഷെ പതിയെ ഇളക്കണം കേട്ടോ. കാരണം നമ്മുടെ വെജിറ്റബിൾസിൽ മുരിങ്ങക്കായുടെ ആ ഇതില്ലേ, അതൊന്ന് പെട്ടെന്ന് വിട്ട് വരണം. അങ്ങനെ വിട്ട് വന്ന ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ പതിയെ ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാം, കടുക് താളിക്കാം. അതിനൊരു ചീനച്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും എണ്ണ ഒഴിച്ചതിന് ശേഷം, നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ പ്രിഫർ ചെയ്യണത്. നമ്മൾ കടുക് പൊട്ടിക്കണതൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ്. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ നമ്മൾ കടുകിട്ട് കൊടുക്കുന്നു. അത് ചെറവറ എന്ന് പറഞ്ഞിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ജസ്റ്റ് വറ്റൽമുളക് ഒന്ന് മൂത്ത് തന്നതിന് ശേഷം നമുക്കത് കറിയിലേക്ക് നന്നായി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നല്ല മണമാണ്. ഇനി നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് അത് പകർത്തി ജസ്റ്റ് ഒന്ന് നല്ല ഷോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാലക്കാടൻ ട്രഡീഷണൽ ഡിഷായ നമ്മുടെ പുളിങ്കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറും 3 മിനിറ്റിലാണ് കേട്ടോ നമ്മൾ ഈ അടിപൊളി കറി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും ഈ റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ പാലക്കാട്ടുകാരാണെങ്കിൽ പ്രത്യേകം പറയണ്ടല്ലോ, ഒരാൾ പോലും പാലക്കാട് ഈ കറി ഉണ്ടാക്കാതിരിക്കില്ല കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത് പച്ചക്കറി വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയ ഈ വീഡിയോ കണ്ട് മെസ്സേജ് അയക്കൂ, കമൻറ്റ് ഇടൂ, ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലൊക്കെ കയറി എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.